ബേസിക്കലി ജനോത്സവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു സ്വത്വം, ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതിനെ ഡൽഹിയിലേക്ക് കൂടി കൊണ്ടുവരുന്നു. ഇപ്പോൾ ഡൽഹിക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെ എല്ലാം തന്നെ ഒരു സംഗമ ഭൂമിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഡൽഹിയിലുള്ള മലയാളികളെ മാത്രമല്ല കേറ്റർ ചെയ്യുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഇവരെല്ലാം കേറ്റർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ളൊരു സാംസ്കാരിക ആഘോഷവും ഉത്സവമാണിത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം വലിയൊരു മലയാളി വിഭാഗം ഇവിടെയുണ്ട്. ദീർഘകാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ തനത് കലകൾ, നമ്മുടേതായിട്ടുള്ള സംഗീതം, ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയുക, നമ്മൾ യൂട്യൂബിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് അവർക്ക് കാണുന്നതിന്, അനുഭവിക്കുന്നതിന് ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുവഴി നമുക്ക് കേരളത്തിലേക്കുള്ള ഒരു റൂട്ട്സ് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ അപ്പ് ക്ലോസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് ജനം ടി വി, ജനത്തിൻ്റെ സൗഹൃദവേദി, ഒപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും ഒക്കെ തന്നെ അകമഴിഞ്ഞ ഒരു പിന്തുണ ഇതിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിലാണെങ്കിലും അത് ഡൽഹിയിൽ തന്നെ തുടരട്ടെ. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വലിയ മലയാളികളുള്ള, നിറയെ മലയാളികളുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ഈ ജനോത്സവം വ്യാപിക്കട്ടെ. ഇത് രാജ്യത്തിൻ്റെ പുറത്തും നമ്മുടെ കലാകാരന്മാർക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന്, വലിയൊരു സെലിബ്രേഷനായിട്ട് മാറുന്നതിന്, നമ്മുടെ കലകളെ, നമ്മുടെ സംസ്കാരത്തിനെ ഉദ്ഘോഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രബല വേദിയായിട്ട് ഇത് പരിണമിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും.